ഈശ്വരൻ തെറ്റു ചെയ്താലും ഞാനത് വിളിച്ചു പറയും. ധീരമായ നിലപാടുകളെടുത്ത പത്രപ്രവർത്തകൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഓർമ്മയായിട്ട് ഇന്നേക്ക് 109 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പൗരാവകാശങ്ങൾക്കും പത്രസ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ട നിർഭയനായ പോരാളി സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. നെയ്യാറ്റിൻകരയിൽ ജനിച്ച രാമകൃഷ്ണപിള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനകാലഘട്ടത്തിൽ തന്നെ പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു. അനീതിക്കും ചൂഷണത്തിനുമെതിരെ നിലകൊണ്ടു. 1899 കേരള ദർപ്പണത്തിൽ പത്രപ്രവർത്തനം ആരംഭിച്ചു. കേരള പഞ്ചിക, മലയാളി തുടങ്ങിയ വാരികകളിലും പ്രവർത്തിച്ചു. സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള നിശിത വിമർശനങ്ങളുടെ പേരിൽ പത്ര ഉടമകളുമായി അഭിപ്രായ ഭിന്നത ഉടലെടുത്തതിനെ തുടർന്ന് രാജിവെച്ച് കേരളം എന്ന സ്വന്തം പത്രം തുടങ്ങി. ആ സമയത്താണ് സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായ വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്റെ സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ പത്രാധിപസ്ഥാനം ഏറ്റെടുക്കാൻ രാമകൃഷ്ണപിള്ളയോട് ആവശ്യപ്പെടുന്നത്. പത്രാധിപരെ എല്ലാ കാര്യത്തിലും പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ട പത്ര ഉടമയുടെ കീഴിൽ സ്വദേശാഭിമാനി പത്രം രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾക്കായുള്ള പടവാളായി മാറി. തിരുവിതാംകൂർ ദിവാൻ രാജഗോപാലാചാരിക്കെതിരെയായുള്ള നിശിത വിമർശനങ്ങളെ തുടർന്ന് 1910 സർക്കാർ സ്വദേശാഭിമാനി ഓഫീസ് കണ്ടുകെട്ടി. പത്രാധിപരെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി. എന്റെ നാടുകടത്തൽ, വൃത്താന്ത പത്രപ്രവർത്തനം, പത്രധർമ്മം, കാറൽ മാർക്സ്, കേരള ഭാഷോൽപത്തി എന്നിവയാണ് രാമകൃഷ്ണപിള്ളയുടെ പ്രധാന കൃതികൾ. 1916 മാർച്ച് 28 തന്റെ 38ാം വയസ്സിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള വിടവാങ്ങിയപ്പോൾ പത്രപ്രവർത്തന ചരിത്രത്തിലെ ധീരനായൊരു പോരാളിയാണ് നഷ്ടമായത്. ഭയകൗടില്യ ലോഭങ്ങൾ തകർക്കില്ലൊരു നാടിനെയും എന്നെഴുതിയ സ്വദേശാഭിമാനിയുടെ നാട്ടിൽ ഈ വർത്തമാനകാലത്ത് പുതിയ സ്വദേശാഭിമാനിമാരുടെ അനിവാര്യത ഈ നാട് ആവശ്യപ്പെടുന്നു. മനീഷ് മഹാദേവൻ, കൈരളി ന്യൂസ്.